കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. പലയിടത്തും നിർണായകമായിട്ടുള്ള ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം മലപ്പുറത്ത് ഇത്തവണ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് 2026 സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, ഈ 16 സ്ഥലങ്ങളിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ മുസ്ലിം ലീഗ് UDF തരംഗമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും UDFന് ഒരു മേൽക്കൈ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയായിരുന്നു. UDF 2021 വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. LDF തരംഗമായിരുന്ന 2021 പോലും മലപ്പുറത്ത് UDF തരംഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം. 13 സീറ്റുകൾ UDF 2021 നേടി, 16-ൽ LDFന് 3-ൽ ഒതുങ്ങേണ്ടി വന്നു. അപ്പോഴും BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഇല്ലതാനും. അപ്പോൾ മലപ്പുറത്ത് ഈ 2021 കണക്ക് ഇങ്ങനെയാണെങ്കിൽ 2026 വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? ഓരോ സ്ഥലങ്ങളായി തന്നെ നമുക്ക് നോക്കാം. അതിലാദ്യം ഏറനാട് നോക്കാം. UDF ആണ് അവിടെ നിലവിൽ. തീർച്ചയായിട്ടും UDF തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യം. കൊണ്ടോട്ടി അടുത്തത് UDF ആണ് നിലവിൽ. അതും UDF നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ UDF ആണ്. അതും UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വണ്ടൂരിലേക്ക് വരുമ്പോഴത്തേക്കും UDF ആണ് നിലവിൽ. അതും UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. മഞ്ചേരി UDF ആണ് നിലവിൽ. അതും UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത സർവേ റിസൾട്ടിൽ കാണുന്നത്. പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDFൻ്റെ കൈവശമാണ്. അവിടെ കുറച്ച് ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ നിർണായകമായെന്ന് വരാം. പക്ഷേ നിലവിലും UDFന് തന്നെയാണ് അവിടെ ഒരു നേരിയ തോതിൽ മുൻതൂക്കം കാണുന്നത്. അടുത്തത് മങ്കടയാണ്. മങ്കടയിൽ നിലവിൽ UDF ആണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത്. മലപ്പുറത്തിലേക്ക് വരുമ്പോഴത്തേക്കും മലപ്പുറത്ത് UDF തന്നെയാണ്. അതും UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലും. വേങ്ങരയിലേക്ക് വരുമ്പോൾ അത് UDF ആണ്. UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വള്ളിക്കുന്ന് അടുത്തത് UDF ആണ്. UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത്. തിരൂരങ്ങാടിയിലേക്ക് വരുമ്പോഴത്തേക്കും UDF ആണ് നിലവിൽ. UDF തന്നെ ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇനി താനൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ അത് LDFൻ്റെ കൈവശമാണ്. അവിടെയും ഒരു 50-50 ചാൻസ്, ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. UDFലേക്ക് ആ സീറ്റ് കൈവിട്ടു പോകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഒരു 50-50 ചാൻസാണ്. BJP വോട്ടുകൾ അവിടെ നിർണായകമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. തിരൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ UDF ആണ് നിലവിൽ. ആ സീറ്റ് UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. കോട്ടയ്ക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF ആണ്. UDF ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത്. തവനൂരിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റ് നിലവിൽ LDF കൈവശമാണ്. അവിടെയും ഒരു പ്രവചനാതീതമായി കാര്യങ്ങൾ മാറാം. ആ സീറ്റ് ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നു. ഒരു അട്ടിമറി ആ സീറ്റിൽ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. UDFൻ്റെ കൈവശം ആ സീറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനാവത്തില്ല. BJP വോട്ടുകൾ അവിടെയും നിർണായകമാകുമെന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയും ആ സീറ്റ് ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. UDFന് നിലവിൽ ഒരു മേൽക്കൈ കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്.
പൊന്നാനിയാണ് നിലവിൽ എൽ ഡി എഫിന് ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ സർവേ റിസൾട്ടിലും എൽ ഡി എഫിന് ഒരു നേരിയ തോതിലെങ്കിലും മുൻതൂക്കം കൊടുക്കുന്ന സ്ഥലം പൊന്നാനി മാത്രമാണെന്ന് പറയാം. എൽ ഡി എഫ് ആണ് അവിടെ നിലവിൽ. അത് എൽ ഡി എഫിൻ്റെ കൈവശം നിലനിൽക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് അതും കാര്യങ്ങൾ മാറിയെന്ന് വരാം. ചിലപ്പോൾ അവിടെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ എൽ ഡി എഫിനാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് പൊന്നാനി മാത്രമാണ് എൽ ഡി എഫിന് ഒരു വിജയസാധ്യത എന്നുള്ള തരത്തിൽ എടുത്തു പറയുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ സ്ഥലം നോക്കുമ്പോഴും യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. അട്ടിമറി സാധ്യതയും നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശമുണ്ടായിരിക്കുന്ന സീറ്റുകളിൽ പോലും അട്ടിമറി സാധ്യത ബാക്കിയുള്ളിടത്ത് കാണുന്നുണ്ട്. അപ്പം മൊത്തം 16 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 16 നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വലിയൊരു അട്ടിമറിയാണ് നിലനിൽക്കുന്നത് എന്ന് എടുത്തു പറയണം. അത് യു ഡി എഫിലല്ല, എൽ ഡി എഫിൽ എന്ന് എടുത്തു പറയണം. അതായത് എൽ ഡി എഫിൻ്റെ കൈവശമുണ്ടായിരിക്കുന്ന സീറ്റുകളിൽ കുറവ് സംഭവിക്കുന്ന, ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകൾ കുറയുകയല്ല, അവർക്ക് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. എൽ ഡി എഫിന് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും കുറയുകയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നു. അതായത് 2026 വരുമ്പോഴത്തേക്കും നിലവിൽ യു ഡി എഫിൻ്റെ കൈവശം 13 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് 15 സീറ്റുകൾ യു ഡി എഫിന് പറയുന്നുണ്ട്. എൽ ഡി എഫിന് 3 സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്നു. അത് 1 സീറ്റായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് തരംഗമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇത് പൊന്നാനിയാണ് എൽ ഡി എഫിന് എടുത്തു പറയുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. ബാക്കി 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. പ്രവചനാതീതമായി അട്ടിമറി സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഈ പറയുന്ന ഒരു സീറ്റ് പോലും അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. യു ഡി എഫ് 15 സീറ്റുകൾ നേടുമോ, അതല്ല ഒരു ടോട്ടൽ തൂത്തുവാരൽ നടത്തുമോ, അതായത് 16 നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. എന്തായാലും എൽ ഡി എഫിനൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സീറ്റ് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് അവർക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന സീറ്റ് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആശ്വാസ ജയം എന്ന് പറയാൻ സാധിക്കും മലപ്പുറത്ത്. യു ഡി എഫിന് തീർച്ചയായിട്ടും അവിടെ ഒരു തരംഗം, എന്തായാലും മലപ്പുറത്ത് ഒരു തരംഗമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വർദ്ധിക്കും എന്നല്ലാതെ നിർണായകമായിട്ട് ചില യു ഡി എഫ് എൽ ഡി എഫ് മത്സരം നടക്കുന്നിടത്ത് ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നല്ലാതെ സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നും തന്നെ എവിടെയും പറയുന്നില്ല എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഒരു യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടം തന്നെയായിരിക്കും മലപ്പുറത്ത് പലയിടത്തും നടക്കാനായി പോകുന്നത്. അതിൽ യു ഡി എഫിന് തന്നെയാണ് മികച്ച രീതിയിൽ ഒരു ഭൂരിപക്ഷ സീറ്റുകളും ലഭിക്കാനായിട്ടുള്ള സാധ്യത പറഞ്ഞിരിക്കുന്നതും. ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങുന്ന ഒരു 3 സീറ്റുകൾ, 3-4 സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. ബാക്കി എല്ലായിടത്തും സേഫ് സോണായിട്ട് യു ഡി എഫിന് ജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് എന്താണ്, ജനങ്ങളുടെ മനസ്സിൽ അവർ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. യു ഡി എഫിന് അടിപതറുമോ, അതല്ല എൽ ഡി എഫ് ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് മലപ്പുറം പോലുള്ള സ്ഥലത്ത് മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ സർവേ റിസൾട്ട് പോലെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് തരംഗം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എൽ ഡി എഫിന് അടിപതറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം എന്താണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്നറിയാനായി.